താമരപ്പൂ മാലയിട്ട് പൊട്ടു തൊട്ടു സൂര്യപുത്രി ഇനിയും വൈകിയ വീണ്ടും അയാൾ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും. അതിനൊന്നും നിൽക്കണ്ട. പണമായിട്ട് ഇപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല. ഇതുകൊണ്ട് തൽക്കാലം കാര്യം നടക്കും. ഇതൊന്നും വേണ്ട മോനെ, വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്തു വഴിയാ അമ്മേ? ഈ വീടിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത മകനല്ലേ ഞാൻ. ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് ഞാനാണെന്നും എനിക്കറിയാം. പക്ഷേ എന്റെ ഈ ശപിക്കപ്പെട്ട ജന്മം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത്രയെങ്കിലും ചെയ്യാൻ അമ്മ എന്നെ അനുവദിക്കണം. അമ്മ ഇത് വാങ്ങണം. നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ അമ്മേ. അമ്മയെങ്കിലും എന്നെ ശപിക്കരുത്, വെറുക്കരുത്. ഇങ്ങനെ ഓടിച്ചാടി നടക്കല്ലേ മോളെ. നിന്റെ വയറ്റില് ഒരു ജീവനും കൂടി ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. ദാ ഇത് കഴിച്ചോ, വൈറ്റമിനാ. ഇതിൽ കുറച്ചുള്ള വൈറ്റമിനൊക്കെ മതി. അസുരവിത്ത എന്റെ വയറ്റിൽ വളർന്നത്. ആ അസുരന്റെ സന്തതി വളർത്തേണ്ടി വന്നതുകൊണ്ടാ. അല്ലെങ്കിൽ എന്നെ അത് ഞാൻ പിഴുതെറിഞ്ഞേനെ. വളർത്തേണ്ടി വരുന്നില്ലേ നിനക്ക്? അതാ ദൈവത്തിന്റെ തീരുമാനം. ഭർത്താവിന് ആ സ്ഥാനം കൊടുക്കാത്തതുപോലെ അല്ല ഇത്. എത്രയായാലും അതിനുള്ള സ്ഥാനം കൊടുത്തേ പറ്റൂ. കാരണം നിന്റെ ജീവന്റെ തന്നെ ഭാഗം അത്. വലിയ ഓഫീസിൽ പോയ മമ്മി? ആ, അവനിന്ന് നേരത്തെ പോയി. പുതിയ കമ്പനിയുടെ 1-2 രേഖകളൊക്കെ ശരിയാക്കണം, അതിന് ആരെയൊക്കെ കാണണം എന്നെല്ലാം പറഞ്ഞാ പോയത്. അവനിപ്പോ പഴയ ആ വില്യൊന്നുമല്ല അല്ലേ മമ്മി? ശരിക്കും ഡാഡിയുടെ സ്ഥാനത്തായി. ഏതു നേരവും ഓഫീസും കാര്യങ്ങളും. അതിന്റെ ഗുണമുണ്ട്. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുവെന്നാ കഴിഞ്ഞ ദിവസം രാമേട്ടൻ വിളിച്ചു പറഞ്ഞത്. പിന്നെ അടച്ചിട്ടിരിക്കുന്ന കമ്പനി തുറക്കാനുള്ള ശ്രമങ്ങളും അവൻ നടത്തുന്നുണ്ടെന്നും പറഞ്ഞു. ഡാഡി മരിച്ചപ്പോ ഞാൻ പേടിച്ചതാ.
പഴയ പോലെ അവൻ ഇനിയും ഉഴപ്പി നടക്കുമെന്ന്. പക്ഷേ കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. ഇപ്പൊ അവനൊരു ഉത്തരവാദിത്വമൊക്കെ ആയി. ആരെ ആശ്രയിക്കാതെ അന്തസ്സായി അവന് ജീവിക്കണമെന്നുണ്ടേ. അല്ലാതെ വേറെ ചിലരുണ്ടല്ലോ ഇവിടെ, നാണമില്ലാതെ നാടായ നാട് മുഴുവൻ നിരങ്ങി നടക്കുന്ന ചിലര്. മോളെ മതി. മമ്മിക്കെന്താ അവനെ പറയുമ്പോ ഇത്ര വിഷമം? മമ്മി അവന് എല്ലാറ്റിനും വളം വെച്ച് കൊടുക്കുന്നത്. നോക്കിക്കോ, കണ്ണീര് കുടിക്കേണ്ടി വരും ഒടുവില്. അല്ല, ഇന്ന് കണ്ടില്ലല്ലോ ഇവിടെങ്ങും. രാവിലെ തന്നെ ഇറങ്ങിയെന്ന് തോന്നുന്നു. വീട്ടിൽ പോയതാ. അനിയത്തി ഇന്നലെ വിളിച്ചിരുന്നു. അവിടം വരെ ഒന്ന് ചെല്ലണമെന്നും പറഞ്ഞ്. അനിയത്തിയും ചേട്ടത്തിയൊന്നും ആവില്ല. വേറെ ചില അവളുമാരുണ്ടല്ലോ വിളിക്കാനും കൊഞ്ചാനും ഒക്കെ. പകല് മുഴുവൻ എവിടെയെങ്കിലും ഒക്കെ ചുറ്റിത്തിരിഞ്ഞ് രാത്രിയാവുമ്പോ വീട്ടിൽ കയറി വന്നാ മതിയല്ലോ. ഇനി എന്നാണാവോ ആ വരവും ഇല്ലാതാവുന്നത്? അങ്ങനെ ഇല്ലാതാകുന്നെങ്കിൽ അത് നിന്റെ കഴിവുകേടാന്നേ മമ്മി പറയൂ. അത് ശരി, അവനിപ്പോ എന്ത് വൃത്തികേട് കാണിച്ചാലും മമ്മി അതിന് കൂട്ടു നിൽക്കും അല്ലേ? ഞാൻ ആർക്കും ഒന്നിനും കൂട്ടു നിൽക്കുന്നില്ല. പക്ഷേ ശരിയും തെറ്റും കണ്ട തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പറഞ്ഞു വരുമ്പോ തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താവും, എനിക്കറിയാം. എന്താ അങ്ങനെയല്ലേ? എന്തിനും ഏതിനും നീ അവനെ കുറ്റം പറയുന്നത് നിന്റെ തെറ്റ് തന്നെയാ. എത്ര തവണ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. ഇനി ഈ പേരും പറഞ്ഞ് മമ്മിയോട് തർക്കിക്കാനൊന്നും ഞാനില്ല. തർക്കിക്കല്ല മോളെ. ഏതു നേരവും അവൻ കറങ്ങി നടക്കുന്നു, ചുറ്റിത്തിരിയുന്നു എന്നൊക്കെയല്ലേ നിന്റെ പരാതി. അത് നമുക്ക് മാറ്റിയെടുക്കാം. അതിന് മോളൊന്ന് ശ്രമിച്ചാ മതി. മോള് വില്യമിനോടൊന്ന് സംസാരിക്കണം. ഞാൻ പറയുന്നതിനേക്കാളും മോള് പറഞ്ഞാൽ അവൻ അനുസരിക്കും. മോൾ എന്താവശ്യപ്പെട്ടാലും സാധിച്ചു തരുന്നവനല്ലേ അവൻ. ഇങ്ങനെ വളച്ചു കെട്ടാതെ മമ്മി കാര്യം എന്താന്ന് വെച്ചാ പറ. മോൾക്കറിയാലോ, കമ്പനികളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഇപ്പൊ വില്യമിന്റെ തലയിലാ. അവൻ തനിയെ വേണം എല്ലാം നോക്കി നടത്താൻ. ഇപ്പോ ശിവന് ഈ കുടുംബത്തിലൊരംഗമല്ലേ. വില്യമിന്റെ കൂടെ ശിവനും കൂടി ഉണ്ടായ അത്രയും ഭാരം കുറയില്ലേ വില്യമിന്? കൊള്ളാം, കള്ളന്റെ കൈ തന്നെ കൊടുക്കണം താക്കോല്. മമ്മി വളച്ചു കെട്ടിക്കൊണ്ടുവരുന്ന കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചു. വേണ്ട, അത് നടക്കില്ല മമ്മി. എന്തുകൊണ്ട് നടക്കില്ല? പുറമേ നിന്നുള്ള ഒരാളുടെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. നിന്റെ ഭർത്താവായ ശിവൻ. അതെ, പേട്ട കുടുംബത്തില് അവൻ ആ ഒരു പദവി മതി, അത് തന്നെ ധാരാള. ഇനിയും തീർന്നില്ലേ നിനക്ക് അവനോടുള്ള പക? പകയല്ല, ഇനി അവന്റെ ചതിയിൽ അകപ്പെടാതിരിക്കാനുള്ള ആഗ്രഹം. എന്നെ അവൻ ചതിച്ചു. ഇനി പണത്തിന് വേണ്ടി വില്യത്തെയും ചതിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എനിക്കുറപ്പുണ്ട്. മമ്മിക്ക് ശരിക്കും അവനെ അറിയാഞ്ഞിട്ടാ. ഡാഡി കഷ്ടപ്പെട്ട് സമ്പാദിച്ചതല്ലേ ഈ കാണുന്നതെല്ലാം. അതിന് അവനൊരു ഇരിപ്പിടം ഇട്ട് കൊടുത്ത ഒരു നിമിഷം മതി എല്ലാം അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ. അത് അനുവദിച്ചു കൊടുക്കണമെന്നാണോ മമ്മി പറയുന്നേ? എനിക്ക് അവനെക്കുറിച്ച് അങ്ങനൊന്നും തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്, അനുഭവം ഉള്ളതുകൊണ്ട്. ഭർത്താവ് എന്നൊരു സ്ഥാനത്തിനപ്പുറത്തേക്ക് യാതൊന്നും ഞാൻ അവൻ അനുവദിച്ചു കൊടുക്കില്ല. ആവശ്യമുള്ള നേരത്തെ ഒരു സാധനം അന്വേഷിച്ചാൽ കിട്ടുകയില്ല. ശാരദേ, ശാരദേ. ശാരദാമ്മ അടുക്കളയിൽ നല്ല തിരക്കിലാണല്ലോ മാഷേ, വിളിക്കണോ? വേണ്ട. അല്ല, എന്താ ആവശ്യമെന്ന് പറഞ്ഞാ? ഒരാവശ്യമില്ല. ചില കാര്യങ്ങൾ ഇങ്ങനെയാ മാഷേ, വളരെ അടുത്തുണ്ടെന്ന് തോന്നും, പക്ഷെ എത്ര അന്വേഷിച്ചാലും കണ്ടെത്താൻ കഴിയില്ല. ഇനിയും ചിലത് വളരെ അടുത്ത് തന്നെ ഉണ്ടാവും, കൺമുന്നിൽ തന്നെ. പക്ഷെ അന്വേഷിക്കണമെന്ന് തോന്നില്ല, കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കൂല. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ചില കാര്യങ്ങൾ ഇങ്ങനെയാ മാഷേ, വളരെ അടുത്തുണ്ടെന്ന് തോന്നും, പക്ഷെ എത്ര അന്വേഷിച്ചാലും കണ്ടെത്താൻ കഴിയില്ല. ഇനിയും ചിലത് വളരെ അടുത്ത് തന്നെ ഉണ്ടാവും, കൺമുന്നിൽ തന്നെ. പക്ഷെ അന്വേഷിക്കണമെന്ന് തോന്നില്ല, കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കൂല. അതങ്ങനെയാ. എത്ര തിരഞ്ഞാലും അന്വേഷിക്കുന്ന കിട്ടില്ല മാഷേ.
സ്വന്തം മകളുടെ അമ്മയെ മനസ്സിൽ നിന്നൊന്ന് തെരഞ്ഞു കണ്ടുപിടിക്കാൻ പോലും മാഷിന് പറ്റുന്നില്ല. എന്നിട്ടല്ലേ? കുട്ടി എന്താ ഒരു വാഗ്വാദത്തിന് ഒരുങ്ങി തന്നെയാണോ? ഏയ്, അങ്ങനെ ചുമ്മാ ഒരു വാഗ്വാദം നടത്തി പഴക്കാൻ മാത്രം സമയമൊന്നും എനിക്കില്ല മാഷേ. ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ തിരുത്തി പാഴാക്കാൻ സമയം എനിക്കും ഇല്ല. കണ്ടില്ലേ, ഒരു വാഗ്വാദത്തിന് ഒരുങ്ങുന്നത് ഇപ്പൊ മാഷ് തന്നെയാ. കാരണം വാക്കുകൾ കൊണ്ടെങ്കിലും എന്റെ മുന്നിൽ ജയിക്കാന്നാ മാഷിന്റെ ധാരണ. അവിടെയാ തെറ്റിയത്. ആ ഒരു ധാരണയെങ്കിലും തിരുത്താൻ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ ഈ ഒരു മുഖംമൂടിക്കുള്ളിൽ ശ്വാസം കിട്ടാതാവും മാഷിന്. എനിക്ക് മാഷിനെ തീരെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഉത്തമനായ ഭർത്താവ്, സ്നേഹസമ്പന്നനായ അച്ഛൻ, ശിഷ്യരുടെ പ്രിയപ്പെട്ട ഗുരു. എന്നിട്ടും ഈ ഒരു കാര്യത്തിൽ മാത്രം ഇത്രയധികം കള്ളം കാണിക്കാൻ മാഷിന് എങ്ങനെ പറ്റുന്നു? ഒരിക്കൽ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന സ്ത്രീയെ മനസ്സിൽ നിന്ന് പാടെ മായ്ച്ചു കളയാൻ എങ്ങനെ കഴിയുന്നു? എന്റെ അമ്മയുമായുള്ള നിങ്ങളുടെ അടുപ്പത്തിന് 1 വയസ്സ് തികയുന്നതിന് മുമ്പേ നിങ്ങൾ മറ്റൊരു സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടിയില്ലേ? അന്ന് അവരെ മനസ്സിൽ നിന്ന് വേരോടെ പിഴുതു കളയാൻ കഴിഞ്ഞ മാഷിന് വർഷങ്ങൾക്ക് ശേഷം വന്ന് അവരുടെ മകളെ തിരസ്കരിക്കാനാണോ പ്രയാസം? അല്ലേ? എനിക്കറിയില്ല എന്താ ഈ കുട്ടിയോട് പറയേണ്ടതെന്ന്. എന്തു വേണമെങ്കിലും കുട്ടിക്ക് വിശ്വസിക്കാം. പക്ഷേ സകല ദൈവങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, കുട്ടിയുടെ അമ്മ എനിക്കറിയില്ല. ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ കള്ളം പറയല്ലേ മാഷേ. കൂട്ടു വിളിക്കുന്ന ദൈവങ്ങൾ പോലും പൊറുക്കില്ല. വേണ്ട, പൊറുക്കണ്ട. പക്ഷെ എനിക്കറിയാം ഞാൻ പറയുന്നത് സത്യമാണെന്ന്. ഒന്ന് ചോദിച്ചോട്ടെ, കുട്ടിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടോ ഞാനാണ് കുട്ടിയുടെ അച്ഛനെന്ന്? അമ്മ അത് പറയില്ല. കാരണം അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് നിങ്ങളോടുള്ള സ്നേഹം മാത്രമാ. വേണമെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്ന അവഗണനയ്ക്ക് അതുമൂലം നഷ്ടമായ ജീവിതത്തിന് പകരമായി നിങ്ങളുടെ ജീവിതം അവർക്ക് തകർക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചില്ല. പാവം. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും ഒന്നും സംഭവിക്കരുതെന്ന് കരുതി മാത്രം അച്ഛൻ ആരാണെന്നുള്ള എന്റെ ചോദ്യത്തിന് എത്ര നിർബന്ധിച്ചിട്ടും അമ്മ ഒരു ഉത്തരം തരാതിരുന്നത്. പിന്നീട് ഞാനും എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു, ഗ്രീഷ്മയ്ക്ക് അച്ഛനില്ലാന്ന്. പക്ഷേ ഇപ്പോ ഒന്ന് മിണ്ടാനോ അനങ്ങാനോ പോലും ആവാതെ തളർന്നു കിടക്കുക പാവം. അവരുടെ മുന്നിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും കൊണ്ടു ചെല്ലുക. പിന്നെ രഹസ്യമായിട്ടെങ്കിലും എന്റെ പിതൃത്വം നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുക. ഈ 2 ലക്ഷ്യങ്ങൾ എനിക്കിപ്പോ ബാക്കിയുള്ളൂ. അത് നേടിയെടുക്കാൻ എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. നിങ്ങൾക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകൾ. അത് പുറത്തു വന്ന സ്നേഹം വാരി കോരി തരുന്ന ഭാര്യയും മക്കളും ഒക്കെ നിങ്ങളെ വെറുക്കും. എല്ലാം അവിടം വരെ കൊണ്ട് എത്തിക്കണമെന്ന് മാഷ് തന്നെ തീരുമാനിക്കുക. അല്ല, ഇപ്പോഴുണ്ടോ ഈ എഴുത്ത് പരിപാടി? ഇനിയും ഇങ്ങനെ കഥയും കവിതയൊക്കെ എഴുതി സമയം കളയണോ ദേവു? വലിയൊരു കടമ്പയാണ് മുന്നിലെന്ന് നീ തന്നെയല്ലേ പറയാറ്? അതിനിടയിൽ ഇങ്ങനെ ഉഴപ്പാൻ തുടങ്ങിയ? ഏയ്, ഇതങ്ങനൊന്നും അല്ല ചേച്ചി. കഥയും കവിതയൊന്നും അല്ല. എന്തൊക്കെയോ കുത്തിക്കുറിക്കാൻ തോന്നി. കഴിഞ്ഞ കാലത്തെ കുറെ ഓർമ്മകൾ, അനുഭവങ്ങൾ വെറുതെ കുറിച്ചു വെച്ചാ എന്തെങ്കിലും അതെടുത്തൊന്ന് വായിക്കാം. അതൊരു സുഖമല്ലേ മനസ്സിന്? അല്ലാതെ അതൊന്നും ഇനി തിരിച്ചു കിട്ടില്ലല്ലോ ചേച്ചി. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? വെറുതെ ഓരോന്ന് ഓർത്തുപോയി. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ആർക്കും അസൂയ തോന്നാവുന്ന സ്വർഗം പോലൊരു വീട്. അച്ഛനും അമ്മയും നമ്മളും എല്ലാവരും ചേർന്ന് കളിച്ചും ചിരിച്ചും. മൂന്തമ്മാമ പറയാറുള്ളത് പോലെ ഈശ്വരൻ ഉണ്ടുറങ്ങുന്ന വീട്. എന്നിട്ട് എന്താ ചേച്ചി, ആ ഈശ്വരന് തന്നെ അസൂയ തോന്നിയോ നമ്മളോട്? പഴിക്കേണ്ടത് എന്നെയല്ലേ?
ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കിയത് ഞാനല്ലേ? ചേച്ചി, അതെ, സ്വർഗം പോലെ ആയിരുന്ന ഈ വീട് അങ്ങനെ അല്ലാതാക്കിയത് ഞാന്. ഞാൻ കാരണം ഇവിടെ എല്ലാവർക്കും സങ്കടപ്പെടേണ്ടി വരുന്നത്. ഒന്നുമല്ല, എല്ലാം ചേച്ചിയുടെ വെറും തോന്നലാ. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും, ചേച്ചി സ്വയം കുറ്റപ്പെടുത്തിയാൽ പോലും ചേച്ചിയെ നന്നായി അറിയാവുന്ന എനിക്കതിന് കഴിയില്ല. ഞാൻ കാരണം ഉണ്ടായിട്ടില്ല ഇവിടെ പ്രശ്നങ്ങൾ. ചേച്ചി അങ്ങ് പോയപ്പോ ഈ മുറിയിൽ തടവി കിടക്കുന്ന പോലെയാ എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ ഗ്രീഷ്മ ചേച്ചി വന്നപ്പോഴാ എനിക്ക് ഏകാന്തവാസത്തിൽ നിന്നൊരു മോചനം കിട്ടിയത്. എനിക്ക് ഏകാന്തവാസത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ എന്റെ കുഞ്ഞ് പിറക്കണം. ഇനിയുള്ള എന്റെ ജീവിതം ആ ജീവന് വേണ്ടിയാ. ആരൊക്കെ എതിർത്താലും തള്ളി പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. അതുവരെ എല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാ. ഇല്ല ചേച്ചി, അത്രത്തോളം ഒന്നും വേണ്ടി വരില്ല. അതിനു മുമ്പേ സുഖേട്ടൻ വരും, ചേച്ചിയെ കൊണ്ടുപോകും. വേണ്ട, സുഖേട്ടൻ ഇനി വരണ്ട. അങ്ങനെ വരാതിരിക്കാൻ കഴിയുമോ സുഖേട്ടന്? വരും. വന്ന് വിളിച്ചാൽ പോവാതിരിക്കാൻ ചേച്ചിക്കും കഴിയില്ല. ഞാൻ പോവില്ല, പറഞ്ഞല്ലോ. എനിക്കിനി അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഈ കാണിക്കുന്ന അത്ര വെറുപ്പൊന്നും ചേച്ചിക്ക് സുഖേട്ടനോടില്ല, ഉണ്ടോ? അതുകൊണ്ടല്ലേ കഴിഞ്ഞൊരു ദിവസം സുഖേട്ടനെ സ്വപ്നം കണ്ടുണർന്നതും ആ സ്വരമെങ്കിലും ഒന്ന് കേൾക്കണമെന്ന് തോന്നിയതും. അത് ഞാൻ വേണ്ട, വെറുതെ കിടന്ന് ഉരുളണ്ട. എല്ലാവരും അറിഞ്ഞു മോളെ. ഞാൻ നോട്ടീസ് അടിച്ചു കഴിഞ്ഞു. കല്യാണിയുടെ മനസ്സിൽ ഇപ്പോഴും സുഖവേട്ടനുണ്ടെന്ന് ഇവരും കൂടി ഒന്ന് അറിയട്ടെ. വെറുതെയാ. അങ്ങനെ ഒരു ധാരണ ഗ്രീഷ്മയുടെ മനസ്സിലുണ്ടെങ്കിൽ അത് എന്നെ മനസ്സിലാവാഞ്ഞിട്ടാ. അങ്ങനെ അങ്ങ് മനസ്സിലാവാതിരിക്കാൻ കല്യാണിയുടെ മനസ്സ് പോസ്റ്റ് മോഡേൺ കഥയൊന്നും അല്ലല്ലോ. അത്ര ഷാർപ്പായ ഒരു തീരുമാനം എടുക്കാനുള്ള മനസ്സൊന്നും കല്യാണിക്കില്ല. ഒന്നോർത്ത കല്യാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഒരു മനസ്സില്ലാതിരിക്കുന്ന തന്നെയാ നല്ലത്. ഇതുവരെ ചെയ്തതിനേക്കാൾ കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഇനിയുള്ള ജീവിതത്തിലല്ലേ വേണ്ടത്? എന്ന് പറഞ്ഞാ ഇനിയും ഞാൻ എല്ലാം സഹിക്കണമെന്നല്ലേ? അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറല്ലെങ്കിലോ? വേണ്ടി വരും കല്യാണി. ഇപ്പോഴത്തെ തോന്നലൊന്നും അല്ല ജീവിതം. സാഹചര്യങ്ങൾക്കനുസരിച്ച് തോന്നലുകൾ മാറിക്കൊണ്ടിരിക്കും. എല്ലാം തട്ടിത്തെറിപ്പിക്കാൻ എളുപ്പമാ. പക്ഷേ ചിലപ്പോഴെങ്കിലും അതിൽ ചിലതെല്ലാം തിരിച്ചെടുക്കേണ്ട ഒരു സമയം വരും. അന്ന് ചിലപ്പോ നമുക്കതിന് കഴിഞ്ഞൊന്നും വരില്ല. വേണ്ട, തട്ടിത്തെറിപ്പിച്ചതൊന്നും എനിക്കിനി തിരിച്ചു വേണ്ട. എന്റെ ഭർത്താവായി, എന്റെ കുഞ്ഞിന്റെ അച്ഛനായി ഇനി അയാൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല.